മിസ്സിസ് ജയന്തൻ ഇവിടെ? ഞാൻ ഇന്നലെ കൊടുത്ത കംപ്ലൈന്റ് കഴിയുമെങ്കിൽ വിത്ഡ്രോ ചെയ്യാൻ. എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. അഡ്വക്കേറ്റ് ജയന്തന്റെ വാദം കേട്ടപ്പോ അയാളുടെ ഭാര്യ പ്രതിഭാഗം ചെയ്തിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഐ എം സോറി. ഒന്നും പറയണ്ട. ഞങ്ങൾക്കിതൊരു പുതിയ അനുഭവമൊന്നുമല്ല. വെട്ടും കൊലയും നടത്തിയവർ തന്നെ അവസാനം ഒത്തുചേരും. ഇടയിൽ കഷ്ടപ്പെട്ട് കേസന്വേഷിച്ച പോലീസുകാരന്റെ വായിൽ പച്ചത്തെറിയ എന്റെ നാവിൽ വരുന്നേ. ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ ചെറിയ കാര്യത്തിന് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു. എന്റെ ഗതികേടുമുണ്ട്, അല്ലെങ്കിൽ കുറ്റബോധമുണ്ട്. അഡ്വക്കേറ്റ് ജയചന്ദ്രന്റെ ഭാര്യയ്ക്ക് ഗതികേടുണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. പിന്നെ കുറ്റബോധം ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ എന്നെ വഴിതെറ്റിച്ചതിലേ ഉള്ളൂ. പേഴ്സണൽ ലൈഫിൽ എന്നെ വഞ്ചിച്ചതിലില്ല. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. മറ്റൊരാണിന്റെ ഗർഭം ധരിച്ച് നിനക്കത് പറയാമോ? മിസ്റ്റർ ബൽറാം, ആ ആണിന്റെ ഭാര്യയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ അമ്മയായെങ്കിൽ അതെന്റെ കുറ്റവുമല്ല. ഓ, ക്രെഡിറ്റ് ആയിരിക്കും. കുറ്റം എന്റെ തന്നെയാ. വർഷങ്ങൾ അടുത്ത് പെരുമാറിയിട്ടും മണിക്കൂറുകളോളം തനിച്ചൊരുമിച്ചുണ്ടായിട്ടും നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. വിദ്യയായ എനിക്ക് നിന്നോട് ആരാധനയായിരുന്നു, ഡിവൈൻ ലവ്. പകരം ഒരു ഡെവിൾ മോളസ്റ്റ് ആവാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിലേ എനിക്ക് ദുഃഖമുള്ളൂ. എന്നെ പഴിചാരി നിങ്ങൾ ശുദ്ധനാവാൻ നോക്കുകയാണോ? ഹേയ്, എനിക്കെന്ത് ശുദ്ധത. ഞാൻ എന്നും കുടിക്കും, തോന്നുമ്പോഴൊക്കെ വ്യഭിചരിക്കും. എനിക്കറിയാം. ഇന്ന് എന്റെ ഭാഗം നിങ്ങൾ കേൾക്കണം. കൺഫെഷൻ ആണെങ്കിൽ വേണ്ട. വീടും കുടുംബവുമായി കഴിയുന്ന എനിക്ക് പഴയ കഥകൾ ഓർത്ത് കരയാൻ നേരമില്ല. അന്ന് എന്റെ അച്ഛനും നിങ്ങളും തമ്മിലുണ്ടായ വഴക്കിൽ ഞാൻ മാറി നിന്നത് ഒരു ഭാവവും ചേരാൻ പറ്റാത്തത് കൊണ്ട്. പിന്നീട് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്നാണ് ഞാൻ കരുതിയത്. അതിൽ തോറ്റപ്പോൾ വീടുപേക്ഷിച്ചിറങ്ങി തിരിച്ചവളാ ഞാൻ. നിങ്ങളെ അന്വേഷിച്ച് പലരും പലതും പറഞ്ഞു കേട്ടു. ഞാൻ വിശ്വസിച്ചില്ല. ഒടുവിൽ ഞാൻ കണ്ടത് എവിടെ വെച്ചാണെന്നറിയാലോ. ഒരു കൊലയാളിയാണ് നിങ്ങളെന്ന് അറിഞ്ഞിട്ടും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞില്ല. എന്നാൽ അന്ന് ആ വ്യഭിചാരശാലയിൽ വെച്ച് നിങ്ങളെ ആ പെണ്ണിനോടൊപ്പം കണ്ടപ്പോൾ എന്റെ കുറ്റപ്പെടുത്തുന്നില്ല ആരെയും. ഇറ്റ്സ് മൈ ഫെയ്ത്ത്. ഉഷേ, ഉഷേ, നീ കോളേജിൽ റിസൈൻ ചെയ്തു? ആരോട് ചോദിച്ചിട്ട് പറ. ആരോട് ചോദിച്ചിട്ടെന്ന്? ചോദിച്ചാൽ സമ്മതിക്കില്ലെന്നറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ. എന്താ നീ കാണിച്ച ധിക്കാരി? ലക്ഷം രൂപ കൊടുത്താൽ ആ ജോലി കിട്ടും. രാജിവെക്കാതെ ഇനിയും ജോലിക്ക് പോയാൽ സ്റ്റുഡൻസിന്റെ റെസ്പെക്ട് കിട്ടും. അവിടെ എനിക്ക് തല ഉയർത്തി നടക്കാനൊക്കോ? അതുകൂടി ചോദിക്കൂ. കോളേജിലെ കുട്ടികൾക്ക് മുഴുവൻ ഈ സംഭവം അറിയാം. സ്റ്റാഫിൽ പലരുടെയും മുന്നിൽ വെച്ചാണ് പ്രിൻസിപ്പലിന് ഞാൻ പരാതി എഴുതി കൊടുത്തത്. അതിനെതിരായി നിങ്ങൾ എന്നെ കൊണ്ട് പറയിച്ചു, സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിച്ചു. ഞാൻ ഇനി എങ്ങനെ അവരെ ഫേസ് ചെയ്യും? എന്നെ അപമാനിച്ച കുട്ടിയെ ക്ലാസ്സിൽ എത്തിക്കൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. പിന്നെ ചുമ്മാ വീട്ടിലിരിക്കണം, അത് നടപ്പില്ല. നിങ്ങൾ അതേ പറയൂ. നാണം കിട്ടി ജോലി ചെയ്താലും നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാൽ മതി. സോഷ്യൽ മൊറാലിറ്റി വിടാതെ പ്രാക്ടീസ് ചെയ്യുന്ന യോഗ്യന്മാരായ വക്കീലന്മാർ എത്രയോ ഉണ്ട്. നിങ്ങൾക്ക് മാന്യതയില്ല. നിന്റെ മറ്റവനുണ്ടായിരിക്കും മാന്യത, ആ ചെറ്റ പോലീസുകാർ. പോലീസുകാർ കളവും കൊലയും കൊള്ളയും ചെയ്യുന്നവരെ പിടിക്കുന്നവരാണ്. ആ ക്രിമിനൽസിനെ ഡിഫെൻഡ് ചെയ്യുകയല്ലേ നിങ്ങളുടെ ജോലി. അവരുടെ കാശ് വാങ്ങി ജീവിക്കുന്ന നിങ്ങളെ പോലെ ചെറ്റത്തരം പോലീസുകാർക്കില്ല. തോന്നിയാസം പറഞ്ഞ കൊന്നുകളയുന്നേ. ഇല്ല, നിങ്ങൾ എന്നെ കൊല്ലില്ല. എന്റെ അച്ഛന്റെ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കുന്നവരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുകയുള്ളൂ. പണമാണ് നിങ്ങൾക്ക് വലുത്. ഭാര്യയുടെ കൈ മുറിച്ചാലും കഴുത്തറുത്താലും കക്ഷികളെ നിങ്ങൾ പിണക്കില്ല. അവളെ ഒരു കോളേജ് സ്റ്റുഡന്റ് റേപ്പ് ചെയ്താലും നിങ്ങൾക്ക് പരാതിയില്ല. പണത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ അന്യപുരുഷന്റെ കടപ്പറയിലേക്ക് അയക്കാനും നിങ്ങൾ മടിക്കില്ല. നിന്റെ കൂട്ടുകെട്ട് എനിക്ക് ഇഷ്ടമല്ല. എന്താ ബെന്നിക്ക് കുഴപ്പം? ഇതുപോലെ ബൈക്കിൽ കൊണ്ടു നടന്ന അവനെ ഉണ്ണ നമ്പൂതിരെ ചീത്തയാക്കിയത്. പാലക്കാട്ട് പഠിക്കാൻ പോയി, ഒരുമിച്ച് ഹോസ്റ്റലിൽ താമസിച്ചു. ഒടുവിൽ പെട്ടപ്പോൾ കൂട്ടുകാരനെ കുരുതി കൊടുത്തിട്ട് ഇവൻ മാത്രം രക്ഷപ്പെട്ടു. അപ്പന്റെ പണത്തിന്റെ ഊക്കുണ്ട്. ബെന്നിക്ക് ഇപ്പൊ പോളിറ്റിക്സ് ഇല്ല, വിട്ടു. പോളിറ്റിക്സ് അല്ല ഞാൻ പറഞ്ഞു വന്നത്. പ്രായം തികഞ്ഞ പെണ്ണാണ് നീ. വല്ലതും സംഭവിച്ചാൽ ഞാൻ സഹിച്ചോളാം. എടീ, അതിനല്ല നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്, പഠിപ്പിക്കുന്നത്. മേലിൽ ഇങ്ങനെ വല്ലതും കണ്ടാൽ അന്ന് നിന്നെ ഞാൻ നാട്ടിലയക്കും. അതാവും ചേച്ചിക്ക് സൗകര്യം എന്നെ ഒഴിവാക്കാൻ. എന്താണ് നീ പറഞ്ഞത്?
പാതിരയ്ക്ക് പുറത്തു പോകാതെ ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വരുത്താമല്ലോ ഞാനില്ലെങ്കിൽ. ജ്യോതി, കഴിഞ്ഞവണ ഞാൻ നിനക്കന്ന കാശൂടെ വെച്ചിട്ട് പോയില്ലേ? എന്താ കാര്യം? എനിക്ക് ആവശ്യമില്ല എന്നിട്ട്. പിന്നെ നീ ഇവിടെ വന്ന ആവശ്യത്തിന് നാവിലൊരു തെറിയും വരുന്നില്ലല്ലോ. ചക്കാത്തനാണ് നീ വന്നത്. പോലീസുകാരുടെ സ്വഭാവം നിനക്കറിയോ? പ്രൈവറ്റ് ബസ്സിൽ കയറിയ ഫീസ് മുതൽ കാശ് കൊടുക്കൂല, മുടി വെട്ടുന്ന ബാർബർക്ക് കാശ് കൊടുക്കൂല, ഓഫീസർമാര് ബാറിൽ കയറിയ ബില്ല് കൊടുക്കൂല. ബില്ല് ആര് കൊടുക്കൂല? ഓഫീസർമാർ. അല്ലടി, ബാറുടമ ഓഫീസർക്ക് ബില്ല് കൊടുക്കൂല. പക്ഷെ എനിക്ക് തരും. തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കും. എന്നാ എനിക്ക് ആരുടെയും സൗജന്യമൊന്നും വേണ്ട. വേണ്ട, സാറിന് പണം തരണമെന്നല്ലോ. അത്രേ ഉള്ളൂ, കൂടുതലും ഇല്ല കുറവില്ല. ഫിക്സഡ്. എന്നാൽ ആ കാശിന് സാറ് എനിക്കൊരു സാരി വാങ്ങിച്ചു തരൂ. സാരി എന്ന് വെച്ചാ പുടവ. ഞാൻ നിനക്ക് പുടവ വാങ്ങി തരണം. ഞാൻ നിന്റെ നായനാവണം. പുതിയ ഉള്ളവനോടി ഞാൻ കുടി നിർത്തിയ നിന്റെ ഭാഗം, അല്ലെങ്കിൽ അടിച്ചിന്റെ പല്ലി ഞാൻ കുടിച്ചാ പോവാം. കുടി നിർത്തിയോ? ഉപ്പ് ഇപ്പഴങ്ങ് എടുത്തു വെച്ചുള്ളൂ. എടാ നാറി, സോറി തിരുമേനി, ഇവിടെ നിന്ന് അങ്ങോട്ട് വിടവുള്ള. അതുകളാ നിനക്ക് വേണ്ടി മാക്സിമം എനിക്ക് ചെയ്യാവുന്നത് ഒരു ചിന്ന വീട് വെച്ചുതരാം. കീപ്. പക്ഷെ നീ പുറത്ത് വേറെ ഒരുത്തനുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. പാടിയാ കൊല്ലും. നിനക്കുള്ള ചെലവ് ഞാൻ തരും. പിന്നെ ഈ ഓട്ടം നിർത്തണം. ഷെഡ്ഡിൽ കയറി കിടന്നോളാം. പറ, എത്ര രൂപ വേണം? എന്നെ വിലക്കെടുക്കാനാണോ? സാറ് കൈക്കൂലി വാങ്ങില്ലെന്നാ ഞാൻ കേട്ടത്. അത് നല്ല തുക ആരും തരാത്തോണ്ടാ. അതുകളാ എന്റെ യോഗ്യതയെ പറ്റിയൊന്നും നീ പറയണ്ട. കാശ് പറ. പിന്നെ ശമ്പളമല്ലേ ഉള്ളൂ. മാസം 1500 ഒക്കില്ല. ഒരു രാത്രി കൊണ്ട് അതിലിരട്ടി ഞാൻ ഉണ്ടാക്കും സാർ. സാറിന് എന്നെ വിലക്കെടുക്കാനാവില്ല. നിങ്ങൾക്ക് വേണോ പണം, സ്ഥലം മാറ്റം, പ്രമോഷൻ? ഞാൻ വാങ്ങിച്ചു തരാം. തിരുവനന്തപുരത്തേക്ക് പോകണ്ട, അവന്മാർ ഇവിടെ കൊണ്ടുതരും. എടി നീ എനിക്ക് പ്രൊമോഷൻ ഇടാം. വേണ്ട സാർ, കാശാണ് സാറ് വിലമതിക്കുന്നതെങ്കിൽ എന്തൊരു സാർ ഈ ജോലി? കാലത്ത് മുതൽ ബൂട്ടും തൊപ്പിയും കാക്കിയും ഇട്ട് നടന്നാൽ നിങ്ങൾക്ക് എന്തോ കിട്ടും? അതിൽ കൂടുതൽ ദിവസവും 4 താടി വടിച്ചു കൊടുത്താൽ അമ്പട്ടന് കിട്ടുമല്ലോ. അടിച്ചോളൂ. എന്ത് നിർത്തിക്കളഞ്ഞത്? ഈ ശരീരം ലാളിക്കുന്നതാ ചിലർക്കിഷ്ടം. തലോടാനാണ് പലർക്കും കൊതി. പക്ഷെ അവരുള്ള എനിക്കറിയാം, കാര്യം കഴിയുന്നവരേ ഉള്ളൂ. സാറെന്നെ അടിക്കുമ്പോഴും മനസ്സിൽ വെറുപ്പ് കാണില്ല. അതാണ് എനിക്കിഷ്ടം. എന്ന് വെച്ചാൽ നിനക്ക് എന്നോട് റൊമാൻസ് തോന്നുന്നുണ്ടല്ലേ? ഒരുത്തി പ്രേമിച്ച് മുടിച്ചതാണ് എന്നെ. അതിന്റെ ഹാങ് ഓവർ പോകാനാണ് നിന്നോട് വരാൻ പറഞ്ഞത്. നിനക്ക് മറ്റുള്ള സൂക്കർ തുടങ്ങിയാൽ ചവിട്ടി ഞാൻ പുറത്താക്കും. എനിക്കാരോടും റൊമാൻസും പ്രേമവും ഒന്നുമില്ല. സാറ് പറഞ്ഞ പോലെ പലർക്കും ശരീരം വിറ്റ് നടക്കുന്നവളല്ലേ. എങ്ങനെ ഉണ്ടാവും? ഒരാളെ മാത്രം മനസ്സിൽ ധ്യാനിക്കാൻ, അതേ ആളിന്റെ സ്വന്തം അവൻ മോഹിക്കാനേ പറ്റും. നടക്കില്ല സാർ. ഇല്ല സാർ, സാറിനെ ഞാൻ ഒരിക്കലും പ്രേമിക്കില്ല. ഉറപ്പാണല്ലോ? പറയട്ടെ, അതിനു മുമ്പേ പ്ലാനൊന്നും എനിക്ക് കേൾക്കണ്ട. സമയം പറ. എപ്പോഴാ എന്നെ ഇവിടുന്ന് പുറത്തു കാണിക്കുക? അതല്ലേ പറഞ്ഞു വന്നത്. നമ്മൾ ഉദ്ദേശിച്ച കപ്പ വരാൻ ഇനിയും 1-2 ആഴ്ച കൂടി. ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ അതുവരെ താമസിക്കാൻ ഒരു ഇടം വേണം. ഒന്നും ശരിപ്പെട്ടില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ. എടോ വക്കീലേ, എന്താ ഇത്? എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, ഒത്തു കിട്ടണ്ടേ? അവസാനം ഞാൻ ആലോചിച്ചൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. ശരിയായാൽ ഇന്നോ അല്ലെങ്കിൽ നാളെ. വരൂ. രാധയല്ലേ? അന്തർജനം. ഇരിക്കൂ. എന്റെ പേര് ഉഷ. വക്കീലിന്റെ. മനസ്സിലായി. പലപ്പോഴും ഇവിടെ വരുമ്പോ സംസാരിക്കണം തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞില്ല. ഇരിക്കൂ. 2-3 കൊല്ലായില്ലേ ഈ കേസ് അനിയന്റെ? ഒരിക്കൽ ഇവിടെ ഇരുന്ന നിങ്ങളുടെ അച്ഛൻ മകന്റെ കഥകൾ അദ്ദേഹത്തോട് പറഞ്ഞത്. കോളേജിൽ ഫൈനൽ ഇയർ ആയിരുന്നല്ലേ? കേട്ടപ്പോൾ അരുത്, എന്റെ ഇല്ലത്ത് ഇതേ കേൾക്കാറുള്ളൂ. അച്ഛൻ വാതോരാതെ എനിക്കും വേറെ ഒന്നും ഓർക്കാൻ കഴിയില്ല. പുറത്തിറങ്ങിയാലെങ്കിലും കുറച്ച് ആശ്വാസം ഉണ്ടാവുമെന്ന് കരുതി. സോറി, ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. മനസ്സ് മരവിച്ചവർക്ക് എന്ത് വേദന.
ഞാനിവിടെ കയറി വന്ന് അനാവശ്യം പറയാണെന്ന് തോന്നിയോ? ഏയ് ഇല്ല. കോളേജിലെ ജോലി മതിയാക്കി വീട്ടിലിരിക്കുക. ഇവിടെ ഒരാളെ സംസാരിക്കാൻ കിട്ടിയത് ഭാഗ്യായി. കേസിന് എത്ര രൂപ ചെലവായി? കൃത്യമായിട്ട് അറിയില്ല. അച്ഛന്റെ പ്രോവിഡന്റ് ഫണ്ടും ഗ്രാറ്റുറ്റിയും പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത കാശ് മുഴുവൻ തീർന്നു. താമസിക്കുന്ന ഇല്ലത്തിന് പലർക്കും അവകാശമുണ്ട്. ഞങ്ങളുടേത് വിറ്റു. ഇപ്പോഴതുകൊണ്ടാ. കേസിന് പോയാൽ ഇതാ ഗതി. വക്കീലന്മാരുടെ സ്വഭാവം. എന്റെ മിസ്റ്ററും അതേ തൊഴിൽ തന്നെയാ. എന്നാലും ഏത് കേസും ജയിക്കുമെന്നേ അവര് പറയൂ. നിങ്ങളുടെ കാര്യം തന്നെ എത്ര കോടതി കയറി, എന്തെങ്കിലും ഗുണം കിട്ടിയോ? തെളിയിക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ടും തെളിവുണ്ട്. അതിനുവേണ്ടി ഞാനിങ്ങോട്ട് വന്നത്. എനിക്കറിയാം. എന്റെ മിസ്റ്റർ നിങ്ങളെ ഫോണിൽ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. എല്ലാം വെറുതെ. എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ അനിയൻ പോയി. കൂട്ടത്തിൽ ഉള്ളത് മുഴുവൻ വിറ്റ് ഈ കേസിന് ചെലവാക്കിയാൽ ആ പണവും നഷ്ടാവും. നിർത്തൂ. പുറമേ നിന്ന് ഉപദേശിക്കാൻ എളുപ്പ. സ്വന്തം അനിയനെ പോലീസുകാർ പിടിച്ചോണ്ടുപോയി തച്ചു കൊന്നാൽ നിങ്ങളിത് പറയില്ല. കുടുംബത്തിന്റെ ഏക ആന്തരിയായിരുന്നു ഞങ്ങളുടെ ഉണ്ണി. അവനേക്കാൾ വലുതല്ല ഞങ്ങൾക്ക് പണം. ഈ കഷ്ടവും നഷ്ടവും ഒന്നും. നിങ്ങളുടെ ഭർത്താവ് പോലീസുകാർക്കെതിരായി വാദിക്കുന്നതിൽ ഭയമുണ്ടെങ്കിൽ അത് പറയൂ. ഞാൻ നേരെ വക്കീലിനെ നോക്കിക്കോളാം. അയ്യോ, ഞാൻ പറഞ്ഞു വന്നത് ഈ കേസ് നടത്തരുതെന്നല്ലേ? ഞാൻ മുഴുവനും കേട്ടു. മിസ് രാധ, നിങ്ങളോടുള്ള സഹതാപം കൊണ്ടല്ല അവൾ ഇങ്ങനെ പറഞ്ഞത്. സ്വന്തം കാമുകനെ രക്ഷിക്കാനാണ്. ഈ കേസിൽ ഒന്നാം പ്രതി ഇൻസ്പെക്ടർ ബൽറാം കല്യാണത്തിന് മുമ്പ് ഇവളുടെ ഇഷ്ടക്കാരനായിരുന്നു. പിന്നീട് അറിഞ്ഞിട്ടും എന്റെ കുഞ്ഞിന്റെ അമ്മയായതുകൊണ്ടാണ് ഞാൻ അവളെ വീട്ടിൽ താമസിപ്പിക്കുന്നത്. ബൽറാമിന് നിയമത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുപ്പിക്കാൻ ഒരു വക്കീലം നിലവിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ അനിയനെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസുകാർ തന്നെ ടേപ്പിൽ റെക്കോർഡ് ചെയ്തിരുന്നു. ക്യാമ്പിൽ വെച്ച് ഫോട്ടോ എടുത്തിരുന്നു, IG-ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി. ഉണ്ണികൃഷ്ണൻ കൊല്ലപ്പെട്ടപ്പോൾ പോലീസുകാർ പരിഭ്രമിച്ചു. പിന്നെ ശവം മറയ്ക്കാൻ അവർ ഓടി നടന്നു. ഈ സമയം ക്യാമ്പിലെ മറ്റു പ്രതികളെ അവർ ശ്രദ്ധിച്ചില്ല. ഈ തക്കത്തിൽ അവിടെ ഓടി രക്ഷപ്പെട്ടവനാണ് ഞാൻ പറഞ്ഞ പുള്ളി. ഒഴിഞ്ഞ ക്യാമ്പിൽ നിന്ന് ക്യാമറയും ടേപ്പ് റെക്കോർഡറും പണമുണ്ടാവുമെന്ന് കരുതി പോലീസ് രഹസ്യരേഖകൾ അടങ്ങിയ ഒരു ബ്രീഫ് കേസും എടുത്താണ് അവൻ സ്ഥലം വിട്ടത്. നമുക്ക് വേണ്ടപ്പെട്ട തെളിവുകളാണ് ഇതൊക്കെ. എന്ത് വില കൊടുത്തും നാം അത് നേടിയെടുത്തേ പറ്റൂ. എന്ത് വില കൊടുക്കേണ്ടി വരും സർ? അതെത്രയായാലും ഞാൻ കൊടുക്കും. എന്റെ ഒരു പ്രശ്ന ഇഷ്യൂ ആണ് ഈ കേസ്. പക്ഷേ നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണം. എന്ത് സഹായം? അവനെ ഇപ്പോൾ പോലീസ് വീണ്ടും കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ജയിലിലാണ്. പക്ഷെ ആ രേഖകളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല. അവനത് രഹസ്യമായി ആരെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. ജയിലിൽ നിന്ന് അവനെ പുറത്തു ചാടിച്ച് എവിടെയെങ്കിലും ഒളിപ്പിച്ച് താമസിപ്പിക്കും. പലരും കയറി ഇറങ്ങുന്ന ഈ വീട്ടിൽ അതിനുള്ള സൗകര്യമില്ല. അതുപോലെ ഹോട്ടലും മറ്റു സ്ഥലങ്ങളും അപകടമാണ്. എന്റെ നോട്ടത്തിൽ ഒരു പോലീസ് ഓഫീസറുടെ മൂക്കിന് താഴെയുള്ള നിങ്ങളുടെ ഇല്ലം അതിനു പറ്റിയ സ്ഥലമാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അവനെ താമസിപ്പിക്കാൻ? കൈവിട്ടാൽ നമുക്ക് നല്ലൊരു അവസരമാണ് നഷ്ടപ്പെടുക. മറ്റു റിസ്കുകൾ ഞാൻ എടുക്കാം. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കും. എന്റെ അനിയനെ കൊന്നവരുടെ പ്രതികാരം ചെയ്യാൻ ഞാൻ എന്തും ചെയ്യും സർ. അതെനിക്കറിയാം. ആരാണ് ആള്? സത്യരാജ്.
തല്ലി തല്ലു. അവിടെ വച്ചേക്കൂ. രാത്രി പൂട്ടിയിട്ടിരുന്ന സെല്ല് തുറന്ന് നിങ്ങൾ ഇതിനകത്ത് കയറിയത് പ്രതിയോടൊപ്പം കള്ളു കുടിക്കാനായിരുന്നില്ലേ? ഞാൻ കുടിച്ചില്ല സർ. നിങ്ങളെ കൊണ്ട് അവൻ കുടിപ്പിച്ചു. ആസ്പത്രി റിപ്പോർട്ടിൽ ബോധം കെട്ട നിലയിൽ നിങ്ങൾ അവിടെ എത്തുമ്പോ നിങ്ങളുടെ വയറ്റിൽ മയക്കുമരുന്ന് കടന്ന വിസ്കി ഉണ്ടായിരുന്നു. ഒരു പ്രതിയെ കഷ്ടപ്പെട്ട് പിടിച്ചേൽപ്പിച്ചാൽ നിങ്ങൾ അവന് കള്ളും കഞ്ചാവും കൊടുത്ത് സൽക്കരിക്കും. കുറ്റവാളിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന നാണം കെട്ട പീറ പട്ടികളും. മിസ്റ്റർ ബൽറാം, സ്റ്റോപ്പ് യുവർ അബ്സർഡ് അബ്യൂസിംഗ്. ഞങ്ങളെ തെറി പറയാൻ നിങ്ങൾക്ക് തയ്യാറും സർ? അയ്യോ, ഞാൻ സാറിനെയല്ല, ഈ കമ്പേരികളോടാ പറഞ്ഞത്. വാഴപ്പിണ്ടി പോലെ ഇവന്മാര് വളഞ്ഞു കൊടുത്തുകൊണ്ടല്ലേ അവൻ ചാടിപ്പോയത്. നമുക്ക് ഇവന്മാരെ മാറ്റി കുറച്ചുകൂടെ കൂറുള്ള ജാതികളെ വെക്കണം. പതിവായിട്ട് ഇവിടെ സത്യരാജനെ കാണാൻ വരാറുള്ള വിസിറ്റേഴ്സ് ആരൊക്കെയാണ്? അയാളുടെ വക്കീൽ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ വരാറുണ്ട്. സർ, ഇത് സെല്ലിന്റെ ബാക്കിൽ എടുത്തുന്ന. ജയിലിനകത്ത് വെച്ച് തനിക്ക് എങ്ങനെ ഈ കത്ത് കിട്ടി? കുട്ടൂസ് തന്നെയാണോ സർ? കുട്ടൂസോ? അവനല്ലേ നീ കുത്തിയത്? അതെ, ഇന്നലെ രാത്രി കമ്പിന്റെ മേലെ 3 പ്രാവശ്യം മുട്ടുന്ന കേട്ട കുത്തിക്കോളാൻ പറഞ്ഞു. അവൻ സമ്മതിച്ചിട്ടാ കുത്തി. വെറുതെ അങ്ങനെ ഒരാളെ കുത്തുക? വെറുതെ അല്ല, രണ്ടാം കൂടി 500 റുപ്യരാണ്. ആര് പറഞ്ഞു? ഈ നിൽക്കുന്ന സൂപ്പർ സാർ. മുടിഞ്ഞു പോകാനായിട്ട് ഇന്ന് മുഴുവനും ഫുള്ളാ. ഇന്നലെ 10-11 കിட்ட പറയുന്നില്ല സാർ. വാർഡനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ സത്യരാജനെ ജയിൽ ചാടാൻ ജയിൽ സൂപ്രണ്ട് കൂടെ സഹായിച്ചിട്ടുണ്ട്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? എല്ലാം ഇതിൽ വിവരിച്ച് എഴുതിയിട്ടുണ്ട് സർ. സൂപ്രണ്ടിനെ ചോദ്യം ചെയ്യാൻ ജയിൽ ഐ ജിയുടെ പെർമിഷൻ ചോദിച്ചുകൊണ്ടുള്ള ആപ്ലിക്കേഷനാണ്. സാർ ഇതൊന്ന് ഫോർവേഡ് ചെയ്യണം. ജയിൽ സെക്യൂരിറ്റിക്കാരുടെ ശ്രദ്ധ തിരിക്കാൻ ബി ബ്ലോക്കിലെ പ്രിസണേഴ്സിനെ കൊണ്ട് സൂപ്രണ്ട് കത്തിക്കുത്തുണ്ടാക്കിയതാണ് സർ. അത് മാത്രമല്ല, അവിടെ സെല്ലിൽ സ്ഥിരമായി വിസിറ്റ് ചെയ്യുന്ന ക്രിമിനൽ ലോയർ ജയചന്ദ്രനെ എനിക്ക് സംശയമുണ്ട്. സംശയമല്ല അവിടെ ഇരിക്കട്ടെ. എനിക്ക് മറ്റൊരു പ്രധാന കാര്യം തന്നോട് പറയാനുണ്ട്. ഒരു ഫുട്ബോൾ ടൂർണമെന്റിന്റെ 10 സീസൺ ടിക്കറ്റുകൾ ഇവിടെ അയച്ചു തന്നിരിക്കുന്നു. ഒരു ടിക്കറ്റിന് 5000 രൂപയാണ് വില. 5 എണ്ണം ഞാൻ തന്നെ ഏൽപ്പിക്കുന്നു. ഇത് വിറ്റ് തരണം. ക്ഷമിക്കണം സർ, എനിക്കതിൽ അല്പം പ്രയാസമുണ്ട്. എന്ത് പ്രയാസപ്പെട്ടാലും ചെയ്തേ പറ്റൂ. സാർ, ഈ യൂണിഫോം ഇട്ട് ചെന്നാൽ 5000 രൂപ ചിലർ തന്നെന്ന് വരും. കളി കാണാനല്ല, പോലീസുകാർ നൽകുന്ന സഹായം. ഈ ദാനം ഞാൻ സ്വീകരിച്ചാൽ പകരം ഞാൻ നാളെ അവന്മാരുടെ അയച്ചിട്ട് കോണം കഴുകി കൊടുക്കേണ്ടി വരും. ബൽറാം, യു ക്യാൻ ഗോ. സാർ, അപ്പൊ ഞാൻ തന്ന ആപ്ലിക്കേഷന്റെ കാര്യം? Stupid! Your application will go to hell through proper channel. Get away from here!